പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ഈ 9-ാം മാസത്തിൻ്റെ 5-ാമത്തെ പ്രഭാതത്തിലും ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശത്തിൽ പങ്കാളികളാകുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും ദൈവസന്നിധി നമുക്ക് അടുത്തു ചെല്ലാം. സഭാപ്രസംഗി 5-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ പറയുന്നു, നേർന്നിട്ട് കഴിക്കാതിരിക്കുന്നതിനേക്കാൾ നേരാതിരിക്കുന്നത് നല്ലത്. നിഷ്കളങ്കനായി നടക്കുക, നീതി പ്രവർത്തിക്കുക, ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുക, നാവ് കൊണ്ട് കുരുള അല്ലെങ്കിൽ തറുതല പറയാതിരിക്കുക, കൂട്ടുകാരനോട് ദോഷം ചെയ്യാതിരിക്കുക, കൂട്ടുകാരൻ അപമാനം വരുത്താതിരിക്കുക, വഷളനെ നിന്ദനായി എണ്ണുക, യഹോവ ഭക്തനെ ബഹുമാനിക്കുക, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും അതിൽ നിന്നും മാറാതിരിക്കുക, ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതിരിക്കുക, കൈക്കൂലി വാങ്ങാതിരിക്കുക. ഈ പറയപ്പെട്ട എല്ലാ സ്വഭാവ ഗുണങ്ങളും വളരെ വിശേഷമേറിയതാണ്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മനുഷ്യൻ ദൈവമുമ്പാകെ രഹസ്യമായും മറ്റുള്ളവർ കേൾക്കെ പരസ്യമായി ഉടമ്പടി ചെയ്യുന്നവരാണ്. ചിലപ്പോൾ മനുഷ്യനോടും ഉടമ്പടി ചെയ്യുന്നവരാണ്. ഞാൻ പിന്നെ തരാം, നോക്കട്ടെ, നാളെ തരാം, അടുത്ത ആഴ്ച തരാം, അടുത്ത മാസം തരാം, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ മറന്നിട്ടില്ല. ഇങ്ങനെ പോകുന്നു മനുഷ്യനോടുള്ള മനുഷ്യൻ്റെ ഉടമ്പടികൾ. നാം ദൈവത്തോടോ മനുഷ്യനോടോ ഉടമ്പടി അല്ലെങ്കിൽ സത്യം ചെയ്യുമ്പോൾ അത് നമ്മെക്കൊണ്ട് പാലിക്കുവാൻ കഴിയുമോ എന്ന് ചിന്തിച്ചിട്ട് സത്യം ചെയ്യുന്നതാണ് ഉത്തമം. അതാണ് നാം ഇവിടെ വായിച്ചത്. നാം ആരോടായാലും ഉടമ്പടി ചെയ്താൽ, ഉടമ്പടി ലംഘിച്ചാൽ കുറ്റക്കാരനായി തീരും, ശിക്ഷായോഗ്യരായി തീർന്നിട്ട് നമ്മുടെ പ്രാഗൽഭ്യം നഷ്ടമാവുകയും ചെയ്യും. ആകയാൽ പ്രിയ ദൈവവൈതലേ, സത്യമല്ലെങ്കിൽ ഉടമ്പടി നിവർത്തിക്കുവാൻ കഴിഞ്ഞാൽ മാത്രമേ ദൈവസന്നിധിയിൽ നമുക്ക് നിലനിൽക്കുവാൻ യോഗ്യതയുള്ളൂ എന്നും നാം തിരിച്ചറിയാതെ പോകരുത്. അപ്പോസ്തലന്മാരുടെ കാലത്ത് അവർക്കുള്ളതൊന്നും സ്വന്തമെന്ന് ആരും പറഞ്ഞില്ല. സകലവും അവർക്ക് പൊതുവായി എണ്ണി. വിശ്വസിച്ചവരുടെ കൂട്ടം ഏക ഹൃദയവും ഏക മനസ്സും ഉള്ളവരായിരുന്നു. പ്രബോധനപുത്രൻ എന്ന് അർത്ഥമുള്ള ബർണബാസ് എന്ന് അപ്പോസ്തലന്മാർ പേര് വിളിച്ച യോസഫ് എന്നൊരു ലേവ്യനുണ്ടായിരുന്നു. തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. എന്നാൽ അനന്യാസ് എന്നു പേരുള്ള ഒരു പുരുഷൻ തൻ്റെ ഭാര്യയായ സഫീറയോടുകൂടെ ചേർന്ന് ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ച് ഒരംശം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അവർ ദൈവസന്നിധിയിൽ വിശ്വസ്തത കാണിക്കാതെ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതിനാലും ഇരുവർക്കും മരണം സംഭവിക്കുവാനിടയായി. ദൈവം പറഞ്ഞിട്ടൊന്നുമല്ല യാക്കോബ് ആലയം പണിയാമെന്നും ദൈവത്തിന് ദശാംശം കൊടുക്കാമെന്നും തീരുമാനിച്ചത്. എന്നാൽ കാലങ്ങൾ പലതും കടന്നുപോയപ്പോൾ യാക്കോബ് ആ സത്യത്തെക്കുറിച്ച് മറന്നുപോയി. യാക്കോബ് ബഥേൽ മറന്നപ്പോൾ തൻ്റെ ജീവിതത്തിൽ ഒത്തിരി പ്രതികൂലങ്ങളും അനർത്ഥങ്ങളും കടന്നു വരുവാനിടയായി. ഏക മകൾ പീഡിപ്പിക്കപ്പെട്ടു. അവൾ വ്യഭിചാരിയായി. ആൺമക്കൾ കൊലപാതകന്മാരായി മാറി. പ്രിയ ദൈവവൈതലേ, ദൈവം സ്തോത്രം ഉടമ്പടികളിൽ പ്രവർത്തിക്കുന്നവനാകയാൽ നാം ചെയ്ത ഉടമ്പടികൾ പാലിക്കുവാൻ നഷ്ടം സഹിക്കേണ്ടി വന്നാലും ഘട്ടം സഹിക്കേണ്ടി വന്നാലും അത് നിവർത്തിക്കുക തന്നെ ചെയ്യണം. കുറുക്ക് വഴി തേടി ഉടമ്പടി പാലിച്ചെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നവർ ശപിക്കപ്പെട്ടവനായിരിക്കും. ആകയാൽ നഷ്ടം സഹിക്കേണ്ടി വന്നാലും ദൈവത്തോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സത്യം നിവർത്തിക്കാം. നീ സത്യം വിൽക്കയല്ല, വാങ്ങയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെയെന്ന് ദൈവവചനം പറയുന്നു.
ആമേൻ. സദൃശവാക്യത്തിൽ അങ്ങനെ പറയുന്നു, നാം ദൈവസന്നിധിയിലോ മനുഷ്യരോടോ ഉടമ്പടിയോ വാഗ്ദത്തങ്ങളോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേഗത്തിൽ നിവർത്തീകരിപ്പാൻ ആമേൻ ഇടയാകട്ടെ. അതിനായി നമ്മെ ഒരുക്കാം. അങ്ങനെ നമ്മുടെ മുടങ്ങിയ അനുഗ്രഹങ്ങൾ വേഗത്തിൽ നിവൃത്തിയാകുവാൻ ഇടയാകും. അതിനായി നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ആമേ സ്തോത്രം. നമ്മൾ ഉടമ്പടി ലംഘിക്കുന്നവരാകാതെ ഉടമ്പടിയിൽ പ്രവർത്തിക്കുന്നവരായി നമ്മുടെ കർത്താവ് ആമേ സ്തോത്രം വഴിയും സത്യവും ജീവനുമായിരുന്നു. നമ്മുടെ കർത്താവ് സത്യം വിട്ട് യാതൊന്നും ചെയ്യുവാനിടയായിട്ടില്ല. തൻ്റെ പക്കൽ ജീവന്റെ മൊഴിയുണ്ടായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലന്മാർ തന്നോട് കൂടെ ഉണ്ടായിരുന്നു. ആമേൻ. പ്രിയ ദൈവവേദിയിലെ ഈ പ്രഭാതം ദൈവസന്നിധിയിൽ ആമേൻ വിശ്വസ്തരായി വിശ്വസ്തയോടുകൂടെ വിശുദ്ധിയോടുകൂടെ വേർപാടോടുകൂടെ നമുക്ക് ദൈവസന്നിധി നമുക്കായിരിക്കാം. ഹല്ലേലൂയ. ആമേൻ. ദൈവസന്നിധിയിൽ ഏറ്റവും ശ്രേഷ്ഠമേറിയ ആമേൻ സ്തോത്രം കൃപ അത് വിശ്വസ്തത തന്നെയാണ്. ആമേൻ. ഹല്ലേലൂയ. അതിനായി നമ്മെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല കർത്താവേ, പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതവും ദൈവസന്നിധി ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ കർത്താവ് സഹായിച്ചല്ലോ. നാഥ, ലോക മനുഷ്യർ കർത്താവെ പാതാളത്തിൽ ഇറങ്ങിയ കർത്താവെ സ്തോത്രം വ്യക്തിയെ ആരാധിക്കുമ്പോൾ ആണ്ടിലൊരിക്കൽ കയറി വരുന്ന ആമേ സ്തോത്രം വ്യക്തിയെ ആരാധിക്കുവാൻ വെമ്പൽ കൊണ്ട് ലോക മനുഷ്യർ ഇന്ന് പകൽക്കാലമായിരിക്കുമ്പോൾ കർത്താവെ പാതാളത്തുനിന്ന് കരകയറിയ സ്വർഗത്തിൽ അവൻ വസിക്കുന്ന ഇന്നും അവൻ എല്ലാ നാളും ഞങ്ങളോട് കൂടെ ഇരിക്കുന്ന അരിമനാഥനെ ഈ പ്രഭാതം ഒരിക്കൽ കൂടെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും സ്വർഗം തന്ന വിലയേറിയ ഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം എല്ലാ ദൈവകുഞ്ഞുങ്ങളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.